ഹലോ 12th മാച്ചിൽ വീണ്ടും സ്വാഗതം. നമ്മുടെ അടുത്ത മാച്ച് ജംഷഡ്പൂരിനെതിരെയാണ്. ആ ഒരു മാച്ചിൻ്റെ പ്രീ മാച്ച് ടോക്കായിരിക്കും ഈ ഒരു വീഡിയോ. അടുത്ത മാച്ച് നമ്മൾ കാണാൻ പോകുന്നത് 29-ാം തീയതി ജംഷഡ്പൂരിൻ്റെ എതിരെയാണ്. ഈ ഒരു മാച്ചിൽ എങ്ങനെയായാലും നമ്മുടെ ടീമിൻ്റെ, അതായത് പുതിയ കോച്ച്, പുതിയ ആ ഒരു മിക്കാൽ സ്റ്റെയറെ ആൻഡ് ബ്രജോം വെസ്ട്രം പോയതിന് ശേഷമുള്ളൊരു വൺ ഓഫ് ദ ടഫ് മാച്ച് എന്ന് നമുക്ക് വെച്ചാൽ പറയാം. ഈ ഒരു കളിയിൽ നമ്മുടെ ചില പ്ലേയേഴ്സ് ഇല്ല, ഹോർമി ഉണ്ടാവില്ല, ബാക്കിൽ ഹോർമി ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ വേറെ പ്ലേയേഴ്സിൻ്റെ ഒരു കൺഫേമായ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായില്ല. കഴിഞ്ഞ കളി മുഹമ്മദൻസിൻ്റെ എതിരെയുള്ള കളിയിൽ ഹോർമിക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടെ 4 യെല്ലോ ആയതിനാൽ ISL റൂള് പ്രകാരം അടുത്തൊരു മാച്ച് കളിക്കാൻ പറ്റാത്തതായിരിക്കും എന്തായാലും. ജംഷഡ്പൂരിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ജംഷഡ്പൂർ ഒരു തോൽവിയിൽ നിന്നാണ് വരുന്നത്, നമ്മളൊരു ജയത്തിൽ നിന്നാണ് പോകുന്നത്. അങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് സൈഡ് ഇത്തിരി കയറി നിൽക്കുന്നത് നമുക്കാണ്. പക്ഷേ ഹെയ്സൂസ് ഹിമിനസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ, പിന്നെ അതേപോലെ പല പ്ലേയേഴ്സിൻ്റെയും ചെറിയ ചെറിയ ഇഞ്ചുറീസൊക്കെ നമ്മളെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെ ആയിരിക്കും ഈ ഒരു കളിയിൽ. ജംഷഡ്പൂരിനെ നോക്കുകയെന്ന് വെച്ചാൽ ഒരു ബിൽട്ടഡ് സ്ക്വാഡ് തന്നെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ കളി ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു 1-0 എന്നൊരു ചെറിയ സ്കോർ ലൈനിൽ തോറ്റിരിക്കുകയാണ്. ഇന്ത്യൻ പ്ലേയേഴ്സായ വൺ ഓഫ് ദി ബെസ്റ്റ് വിങ്ങർ, അതായത് ഫ്യൂച്ചറിലേക്കും നല്ലൊരു വിങ്ങറായിട്ട് വരുന്ന മുഹമ്മദ് സനാൻ മലയാളിയാണ്. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ഫോറിൻ പ്ലേയേഴ്സിൻ്റെ സെക്ഷൻ, അതായത് ഹാവി ഹെർണാണ്ടസ്, സിവേറിയോ, പിന്നെ അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സും വെച്ച് നോക്കുമ്പോൾ എവിടേക്കോ നമ്മൾ ചെറുതായി വീക്കറായിട്ട് തോന്നും. പക്ഷെ നമ്മുടെ പ്ലേയേഴ്സും അത്യാവശ്യം അത്ര പോരാന്നല്ല, നമുക്ക് എവിടേക്കോ ചെറിയ ചെറിയ പാളിച്ചകൾ മാത്രമാണ് ഉള്ളത്. അതെന്തായാലും നമ്മുടെ കോച്ചിങ് ആൻഡ് സ്റ്റാഫുകൾ മാറ്റുണ്ടാവും എങ്ങനെയായാലും. നമ്മുടെ മുഹമ്മദൻസിൻ്റെ എതിരെയും ചില ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നില്ല എന്നല്ല. ഞാൻ പോസ്റ്റ് മാച്ച് ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്ന്. പക്ഷെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്ര വലിയ ബാക്കിയുള്ള മാച്ചസിനെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ പ്രശ്നമല്ലാത്തത് കൊണ്ട് നമുക്കത് എടുത്തു പറയേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെയായാലും 29-ാം തീയതി നടക്കാൻ പോകുന്ന മാച്ച് ജയിക്കാൻ പറ്റട്ടെ എന്ന് തന്നെ വിചാരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പുറം ഇങ്ങനെ കമൻറ്റ് ബിലോ ഇങ്ങനത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിരിക്കും. ആദ്യം നമ്മൾ കമ്മ്യൂണിറ്റി ടൈപ്പ് വീഡിയോയും ഷെയർ ചെയ്യുന്നുണ്ടാവുക. സബ്സ്ക്രൈബ് ചാനൽ, ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഓൺ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.